ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ് അല്ലെ, ഡിബഞ്ചറിന്റെ റിഡംഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തത് എങ്ങനെയാണ് റിഡംഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. അവിടെ നമ്മൾ എന്താ ചെയ്തത്, ഓരോ വർഷം പിആർഡിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ഒരു എമൗണ്ട് നമ്മൾ ഫണ്ടിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു. എന്നിട്ട് ആ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു, അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ നമ്മൾ റിസർവിൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ അതിനേക്കാൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇറ്റ്സ് കോൾഡ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് നിങ്ങൾ ഒരു ബാലൻസ് ഷീറ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നു. നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്ന സമയത്ത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞ ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യണം, വേണ്ടേ? സോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റും. നമ്പർ 1. നമ്പർ 2, അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ നമുക്കൊരു ബൾക്ക് എമൗണ്ട് വേണം. അതായത് ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾ ഡിബഞ്ചർ കൊടുത്തു തീർക്കുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബൾക്ക് എമൗണ്ട് വേണം, ആണല്ലോ. സോ അവിടെ വരുന്ന രണ്ട് ട്രീറ്റ്മെന്റ് എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചുമ്മാ ഒന്ന് മനസ്സിലാക്കി. അതായത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കിടക്കുന്ന ഡിബഞ്ചർ എന്ന് പറയുന്നത് ഇല്ലാതെയാവും, ആണല്ലോ. സോ ലയബിലിറ്റി സൈഡ് കുറയും. അതിന് ഇക്വലന്റ് ആയിട്ട് ബാങ്ക് വഴി ക്യാഷ് പോകുന്നത് കൊണ്ട് അസറ്റ് സൈഡ് കുറയും. ആൻഡ് സെക്കൻഡ് വൺ, പക്ഷെ ഇത് മാത്രം പോരാ, നമുക്കൊരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞ ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ലയബിലിറ്റി സൈഡിനകത്ത് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന സാധനം കൂടും, അല്ലെ? സോ അത് എവിടുന്ന് എടുത്ത് ചെയ്യണം, ഈ പറയുന്നത് പോലെ റിസർവിൽ നിന്ന് എടുത്തിട്ടാണ് മാറ്റി വെക്കുന്നത്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓരോ വർഷവും പിആർഡിൽ നിന്ന് നമ്മൾ ഒരു റിസർവ് ഇതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്നു. അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ആ റിസർവ് എടുത്തിട്ട് ഏത് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പോവാ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പോവാ. സോ രണ്ട് ആവശ്യമാണ് നമുക്കുള്ളത്. ഓരോ ടേമിലും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കണം, റിസർവ് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്ത് വെക്കണം. കൂടാതെ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ നമുക്ക് ഏതും കൂടെ വേണം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനകത്ത് പൈസ കൂടെ വേണം. ഓക്കെ. സോ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് പോലെയല്ല സിങ്കിങ് ഫണ്ട് മെത്തേഡിനകത്ത് ചെറിയൊരു വ്യത്യാസം കൂടെ വരും. അതായത് ഇവിടെ 3 അക്കൗണ്ടുകളാണ് പറഞ്ഞത്. The first one is called sinking fund account and the second one is called sinking fund investment account, okay, and the third one is called sinking fund investment interest account. ഇൻട്രസ്റ്റ് ആണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇത് ഈ തേർഡ് വൺ ഇതിനകത്തില്ല, നമ്മുടെ ഇൻഷുറൻസ് പോളിസി മെത്തേഡിനകത്തില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കി. ഓരോ ടേമിലും നമ്മുടെ പിആർഡിൽ അക്കൗണ്ടിൽ നിന്ന് സെർട്ടൻ പെർസെന്റേജ് ഇതിലോട്ട് മാറ്റി വെക്കും, നമ്മുടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കും. മനസ്സിലായോ? അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് പിആർഡിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റി വെക്കുന്നു. ബാങ്ക് വഴി ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റുന്നു. മനസ്സിലായോ? ഇനി ഈ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം കിട്ടും, അല്ലെ? അതായത് ബാങ്ക് വഴി നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ആ കിട്ടുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലോട്ടല്ല, ഡയറക്റ്റ് ആയിട്ട് സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എല്ലാ വർഷവും 1000 രൂപ പിആർഡിൽ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റുന്നു. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് ഇൻട്രസ്റ്റ് കിട്ടി എന്ന് വിചാരിക്കുക. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ഏതിനകത്തോട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നു, സിങ്കിങ് ഫണ്ടിലോട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നു. സിറ്റുവേഷൻ മനസ്സിലായോ? ആ പ്രൊസീജിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞു തരുന്നത്. ഇനി അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകും. കാരണം അത് സെയിൽ ചെയ്താലേ ബാങ്ക് അക്കൗണ്ട് വഴി ക്യാഷ് വരുള്ളൂ, ആണോ? ആ ക്യാഷ് എടുത്തിട്ട് വേണം നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ നടത്താൻ. സോ ഇത് സെയിൽ ചെയ്യാൻ പോകണം. ഇത് സെയിൽ ചെയ്യുന്ന നേരത്ത് നമുക്ക് പ്രോഫിറ്റോ ലോസോ വരും, അല്ലെ? പ്രോഫിറ്റോ ലോസോ വരും. ആ പ്രോഫിറ്റിനെയും ലോസിനെയും നമ്മൾ ഏത് അക്കൗണ്ടിലോട്ടാണ് കൊണ്ടുപോകണം, സിങ്കിങ് ഫണ്ടിലോട്ടാണ് കൊണ്ടുപോകും. എനിക്ക് നിങ്ങൾ ആ പ്രോസസ്സ് പെട്ടെന്ന് മനസ്സിലാക്കിയാലേ എനിക്ക് അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഏത് നമ്മുടെ ജേണൽ എൻട്രീസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രോസസ് എന്തായിരുന്നു, ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് സെർട്ടൻ എമൗണ്ട് ഏതിലോട്ട് മാറ്റി വെക്കുന്നു, സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റി വെക്കുന്നു. അതിന് ഇക്വലന്റ് ആയിട്ട് എമൗണ്ട് ബാങ്ക് വഴി പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല,
ബാങ്ക് വഴി ക്യാഷ് ആയിട്ട് മോണിറ്ററി ആയിട്ട് നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ അത് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ടല്ല പറഞ്ഞേ, ഡയറക്റ്റ് ആയിട്ട് ഏത് അക്കൗണ്ടിൽ വന്നു? സിംഗിൾ ഫണ്ട് അക്കൗണ്ടിലോട്ട് വരും. മനസ്സിലായോ? അറ്റ് ദ എൻഡ് ഈ സിംഗിൾ ഫണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിംഗിൾ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ബാങ്ക് ത്രൂ സെയിൽ ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാവുമെങ്കിൽ അത് ഏതിലോട്ട് മാറ്റി വെക്കുന്നു? സിംഗിൾ ഫണ്ടിലോട്ട് മാറ്റി വെക്കുന്നു. ഇനി ആലോചിച്ചോക്കെ, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് വഴി വിറ്റ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ട് അല്ലെ? സോ അസറ്റ് സൈഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് അത്രയും കൂടി കിടക്കും. ലൈബിലിറ്റി സൈഡ് നോക്കി, സിംഗിൾ ഫണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടേ ഇല്ല, അത് എല്ലാ വർഷവും ക്ലോസ് ആയിട്ട് പോകും. എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ ബാങ്ക് അക്കൗണ്ട് ടു സിംഗിൾ ഫണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുന്നു. സിംഗിൾ ഫണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു സിംഗിൾ ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റിനെ ഏതിലോട്ട് മാറ്റുന്നു? സിംഗിൾ ഫണ്ടിലോട്ട് മാറ്റുന്നു. സോ സിംഗിൾ ഫണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഓരോ വർഷങ്ങളിലും ക്ലോസ് ആയി പോകും. അത് ജനുവരി വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. And the second one, single fund investment account സെയിൽ ചെയ്യുമ്പോൾ അതും. സോ ഇപ്പൊ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കിടപ്പുണ്ട്. അതെടുത്ത് ഡിബഞ്ചറിന് റിഡംഷൻ നടത്താം. സോ ഡിബഞ്ചറും ഏതും ഇല്ലാതെ ആ ബാങ്ക് ഇല്ലാതെ. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ സിംഗിൾ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഇവിടെ കിടപ്പുണ്ട്. അതിനെടുത്തിട്ട് നമുക്ക് ഏതിലോട്ട് മാറ്റാം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റാം. മനസ്സിലായല്ലോ? സോ പ്രോസസ് മനസ്സിലാക്കാതെ ജേർണൽ എൻട്രീസ് പഠിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രോസസ് പറഞ്ഞു തന്നെ. നമുക്ക് ഇനി ജേർണൽ എൻട്രീസിലോട്ട് കിടക്കാം. ജേർണൽ എൻട്രീസ് ഫസ്റ്റ് ജേർണൽ എൻട്രി വരും. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിംഗിൾ ഫണ്ട് അക്കൗണ്ട്. ഏതിൽ നിന്ന് എടുത്ത് മാറ്റും? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് സിംഗിൾ ഫണ്ടിലോട്ട് എടുത്ത് മാറ്റും. And the second ജേർണൽ എന്താ? ഇതിനെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഏത് അക്കൗണ്ടിൽ? സിംഗിൾ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ബാങ്ക്. സിംഗിൾ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ബാങ്ക്. മനസ്സിലായോ? സോ ഫസ്റ്റ് ഇയറിൽ ഇത്രയും മാത്രമാണ് നമ്മൾ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 രൂപ നമ്മൾ ഏതിലോട്ട് മാറ്റി? പിആർഐയിൽ നിന്ന് സിംഗിൾ ഫണ്ടിലോട്ട് മാറ്റി 1000 രൂപ ബാങ്ക് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യും. ഇനി സെക്കൻഡ് ഇയറിലെ കേസാണ് സംഭവിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇയറിലെ പാർട്ടി ഇവിടെ വെച്ച് തീർന്നു. സെക്കൻഡ് ഇയറിൽ ഈ 1000 രൂപയ്ക്ക് ഒരു 10 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. മനസ്സിലായി? ഇൻവെസ്റ്റ്മെന്റിന് എന്തായാലും ഇൻട്രസ്റ്റ് കിട്ടും. സോ ആ ഇൻട്രസ്റ്റ് കിട്ടുമ്പോ പുതിയൊരു ജേർണൽ വരും. ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിംഗിൾ ഫണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഒരു 10 രൂപ കിട്ടും. 10 രൂപ നമുക്ക് ബാങ്ക് വഴി ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഈ കിട്ടിയ ഇൻട്രസ്റ്റിനെ നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് മാറ്റണം? സിംഗിൾ ഫണ്ടിലോട്ട് മാറ്റണം. ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റുന്നത് സിംഗിൾ ഫണ്ടിലോട്ട് മാറ്റണം. സോ ജേർണൽ എൻട്രി സിംഗിൾ ഫണ്ട് ഇൻവെസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിംഗിൾ ഫണ്ട്. മനസ്സിലായി? ഇപ്പൊ നോക്കി, ഇപ്പൊ സിംഗിൾ ഫണ്ടിനകത്ത് ഇപ്പൊ എത്ര രൂപ ബാലൻസ് കിടപ്പുണ്ടോ? 1010 രൂപ സിംഗിൾ ഫണ്ടിനകത്ത് ബാലൻസ് കിടപ്പുണ്ട്. മനസ്സിലായി? ഇനി അടുത്ത ജേർണൽ എന്താ? ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. സോറി, രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് കിട്ടിയുള്ളൂ ആദ്യത്തെ വർഷത്തെ. ഇനി രണ്ടാമത്തെ വർഷം ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിആർഐ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിംഗിൾ ഫണ്ട് അക്കൗണ്ട് അല്ലെ? രണ്ടാമത്തെ വർഷം പിആർഐയിൽ നിന്ന് മാറ്റണം. കൂടാതെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതിലോട്ട് മാറ്റണം? സിംഗിൾ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. സോ ഫസ്റ്റ് ഇയറിലെ പ്രോസസ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ ചെയ്യണത്. പിആർഐയിൽ നിന്ന് എടുത്തിട്ട് ഏതിലോട്ട് മാറ്റി? നമ്മുടെ സിംഗിൾ ഫണ്ടിലോട്ട് മാറ്റി. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ബാങ്ക് ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ പ്രോസസ് മനസ്സിലായല്ലോ? ഓരോ വർഷവും പിആർഐയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സിംഗിൾ ഫണ്ടിലോട്ട് മാറ്റുന്നു. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ബാങ്ക് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ കിട്ടുന്ന ഇൻട്രസ്റ്റിനെ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഏതിലോട്ട് കൊണ്ടുവരുന്നു? സിംഗിൾ ഫണ്ടിലോട്ട് കൊണ്ടുവരും. ഇനി അറ്റ് ദ എൻഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇപ്പൊ 2 വർഷം എന്ന് വിചാരിക്കാം. 5ാമത്തെ വർഷം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ? 4ാമത്തെ വർഷത്തിന്റെ ഇൻട്രസ്റ്റ് 5ാമത്തെ വർഷം കിട്ടും. സോ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിംഗിൾ ഫണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, അടുത്തത് ഈ സിംഗിൾ ഫണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ടിനെ നമ്മൾ ഏതിലോട്ട് മാറ്റുന്നു? സിംഗിൾ ഫണ്ട് ഇൻവെസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു
ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. മനസ്സിലായി? ആ കിട്ടുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ ഏതിലോട്ട് മാറ്റുന്നു? ഇതിലോട്ട് മാറ്റും. ഇനി ലാസ്റ്റ് വർഷവും ഈ പറയുന്നത് പോലെ പി ആൻഡ് അക്കൗണ്ട് അറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? 5 വർഷമാണെന്ന് വിചാരിക്കുക. 5ാമത്തെ വർഷം അവസാനവും നമ്മൾ ഇതിനെ എടുത്ത് ഏതിലോട്ട് മാറ്റി? പി ആറിന്റെ ഒരു പോർഷൻ എടുത്ത് സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റി. പക്ഷേ ഇവിടെ 5ാമത്തെ വർഷം അവസാനം മറ്റേ ചാനലുണ്ടല്ലോ, ഏതാ? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ബാങ്ക്. അത് നമ്മൾ ചെയ്യില്ല. കാരണം എന്താ? നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. ഇപ്പൊ 33/3/2010 ആണ് 5ാമത്തെ വർഷം എന്ന് വിചാരിക്കുക. 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ പോകണം. ദാറ്റ് മീൻസ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബാങ്കിൽ പോയിട്ട് ഇത് സെയിൽ ചെയ്യാൻ പോകും, ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യാൻ പോകും. സോ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല? ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല? ഈ പറയുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യില്ല. മനസ്സിലായോ? സോ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് വർഷമാണോ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റും. പക്ഷെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ? കാരണം എന്താ? അടുത്ത ദിവസം രാവിലെ അത് സെയിൽ ചെയ്യാനുള്ളതാണ്. സോ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. മനസ്സിലായോ? ഇനി നോക്കിയേ, ഞാൻ പറഞ്ഞത് ഓർക്കരുത്. ഇതാണോ ഓരോ ടേമിലും ഉണ്ടായിരിക്കുന്ന സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ് അക്കൗണ്ട് അതാത് ടേമിൽ തന്നെ ക്ലോസ് ആയി പോകും അല്ലെ? എല്ലാ ടേമിലും ഉണ്ടാകുന്ന സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ് അക്കൗണ്ട് അപ്പൊ തന്നെ ക്ലോസ് ആയി പോകും. ഇനി ബാലൻസ് കിടക്കുന്ന എന്താ? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. സോ നമുക്ക് ഏത് ക്ലോസ് ചെയ്യാം, ഏതിനെ സെയിൽ ചെയ്യാം? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ സെയിൽ ചെയ്യാം. സോ ഞങ്ങളുടെ ഒരു ബാങ്ക് ത്രൂ ആയതുകൊണ്ട് ക്യാഷ് കിട്ടും. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ലംസം എമൗണ്ട് ആയി. ഇനി മേ ബി ഇത് ഏതിനായിരിക്കും വിറ്റിരിക്കാൻ? പ്രോഫിറ്റിനെ ലോസിനായിരിക്കും വിറ്റിരിക്കാൻ. ഏതാ? ഈ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സെയിൽ ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റിനെ ലോസിലായിരിക്കും. അതായത് ഇത്രയും നാൾ എടുത്തു വെച്ച സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരു 20,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സെയിൽ ചെയ്തത് 21,000 രൂപയ്ക്കാണ്. ദാറ്റ് മീൻസ് 20,000 രൂപയുടെ ക്രെഡിറ്റ് ബാലൻസ് അവിടെ കിടക്കുന്നുണ്ട്, സോറി ഡെബിറ്റ് ബാലൻസ് അവിടെ കിടക്കുന്നുണ്ട്. അത് സെയിൽ ചെയ്തപ്പോൾ ഇവിടെ 21,000 രൂപയാണ് കിട്ടിയത്. 1000 rupees നമ്മുടെ പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിനെ ഏത് അക്കൗണ്ടിലോട്ട് മാറ്റണം? സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റണം. സോ അവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് വരും. നോക്കി, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് ടു സിങ്കിങ് ഫണ്ട്. ചെയ്ത മനസ്സിലായോ? അതായത് ഇത്രയും നാളെ നമ്മൾ അസറ്റ് ആയിട്ട് എടുത്തു വെച്ചുകൊണ്ടിരുന്ന സിങ്കിങ് ഫണ്ടിന്റെ ബാലൻസ് 20,000 ആയിരുന്നു. അത് വിറ്റപ്പോൾ 21,000 rupees നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടി. മനസ്സിലായോ? ദാറ്റ് മീൻസ് 1,000 rupees നമുക്ക് എക്സസ് ആയിട്ട് കിട്ടി. സോ ആ 1,000 rupees നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് ഡെബിറ്റ് ചെയ്യുന്നു. അതിനെ ഏതിലോട്ട് മാറ്റുന്നു? സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റുന്നു. സപ്പോസ് നമുക്ക് ലോസ് ആണെന്ന് വിചാരിക്കുക. ഇത് നേരെ റിവേഴ്സ് ആണ്. ഏത് വരും? സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് വരും. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഡിബഞ്ചറിനെ നമുക്ക് റിഡംഷൻ നടത്താം. ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നതിന് മുമ്പ് നമുക്ക് ഏത് മാറ്റണം? ഈ എമൗണ്ടിൽ എടുത്ത് ജനറൽ റിസർവിലോട്ട് മാറ്റണം അല്ലെ? ഇപ്പം ഈ കിടക്കുന്ന സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ക്രെഡിറ്റ് ബാലൻസിന് എടുത്തിട്ട് ജനറൽ റിസർവിലോട്ട് മാറ്റണം. സോ ജനറൽ ഇത് വരും സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ടു ജനറൽ റിസർവ്. ഓക്കെ? സോ ജനറൽ റിസർവ് ആയി, റിഡംഷൻ നടത്താനുള്ള എമൗണ്ട് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് ത്രൂ നമുക്ക് റിഡംഷൻ നടത്താം. ഏതിനെ ക്യാൻസൽ ചെയ്തിട്ട്? ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. മനസ്സിലായോ? ആ പ്രോസസ് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എങ്ങനെയാണ് അത് റിഡംഷൻ നടത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആ പ്രോസസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഒരിക്കൽ കൂടെ പറയാം, ഓരോ വർഷവും പിആർഡിൽ നിന്ന് എടുത്തിട്ട് സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റുന്നു. സിങ്കിങ് ഫണ്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട്, അല്ലെങ്കിൽ ആ മാറ്റിയ എമൗണ്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് സിങ്കിങ് ഫണ്ടിലോട്ട് തന്നെ കൊണ്ടുവരും. ഡെന്റ് നമ്മൾ ഏത് മാത്രം ഓപ്പൺ ചെയ്യുന്നു? അതായത് ഏത് വർഷമാണ് അവസാനിക്കുന്നത് ആ വർഷം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പകരം സിങ്കിങ് ഫണ്ടിലോട്ട് മാത്രം മാറ്റുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഇൻവെസ്റ്റ്മെന്റിനെ സെയിൽ ചെയ്യുന്നു. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതിനെ എവിടെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു? സിങ്കിങ് ഫണ്ടിലോട്ട് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആ സിങ്കിങ് ഫണ്ടിന്റെ ബാലൻസിനെ ജനറൽ റിസർവിലോട്ട് മാറ്റുന്നു. ബാങ്ക് അക്കൗണ്ട് ത്രൂ നമ്മൾ ഏതിനെ ഡിസ്പോസ് ചെയ്യുന്നു? ഡിബഞ്ചേഴ്സിനെ ഡിസ്പോസ് ചെയ്യുന്നു. മനസ്സിലായി? വീഡിയോ കാണുക, ജനറൽ എൻട്രീസ് ഒന്ന് എഴുതി നോക്കുക.
എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം.